വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. 2024 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കാം. ബംഗ്ലാദേശിൽ അടുത്തിടെ അധികാര കൈമാറ്റത്തിന് ഇടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ദ്വീപിന്റെ പേര് എന്താണ്? സെയിന്റ് മാർട്ടിൻ ദ്വീപ്. നെക്സ്റ്റ് വൺ, രക്താർബുദത്തിനുള്ള അതിനൂതന ചികിത്സയായ കാർ ടി തെറാപ്പി, ചികിത്സയുടെ പേര് കാർ ടി തെറാപ്പി, കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മലബാർ ക്യാൻസർ സെന്റർ, തലശ്ശേരി. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. അടുത്തിടെ അന്തരിച്ച കെ നട്വർ സിംഗ് 2004-05 കാലയളവിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഏത് വകുപ്പിന്റെ ചുമതലയാണ് നിർവഹിച്ചിരുന്നത്? വിദേശകാര്യം. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതൻ ആയത് ആരാണ്? ഡോക്ടർ PT ബാബുരാജ്. സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി നൽകുന്ന കായകൽപ്പ പുരസ്കാരങ്ങളിൽ ജില്ലാതല ആശുപത്രി വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് ഏതാണ്? പൊന്നാനി വനിതാ ശിശു ആശുപത്രി. അന്തരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ ഏത് കാലത്താണ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നത്? 2000 നവംബർ 6 മുതൽ 2011 മെയ് 13 വരെയാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ധീരജ് സിംഗ്. ഭരതനാട്യം ചൈനയിൽ അവതരിപ്പിച്ച ശ്രദ്ധേയ നേടിയ ചൈനീസ് പെൺകുട്ടിയുടെ പേരെന്താണ്? ലേ മ്യൂസി. മസ്തിഷ്ക ആഘാതം സംഭവിക്കുന്നവരുടെ കൈകാലുകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ അടുത്തിടെ ചെന്നൈയിൽ വികസിപ്പിച്ചു. റോബോട്ടിന്റെ പേര് എന്താണ്? പ്ലൂട്ടോ. മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായുള്ള കമ്മിറ്റി രൂപവൽക്കരിച്ച വർഷം ഏതാണ്? 2017. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? പർവതനേനി ഹരീഷ്. മധ്യപ്രദേശ് സർക്കാരിന്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായിക ആരാണ്? KS ചിത്ര. അടുത്തിടെ അന്തരിച്ച മരിയ ബ്രന്യാസ് എങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ. 117 വയസ്സായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനായുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ അധ്യക്ഷ ആരാണ്? ആരതി സരിൻ. നാവിക മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലാണ് വൈസ് അഡ്മിറൽ ആരതി. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. പാകിസ്ഥാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് എന്താണ്? ഷഹീൻ സെക്കൻഡ്. കേരളത്തിന്റെ ലോകായുക്തയായി ചുമതല ഏറ്റത് ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഹൈടെക് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ. സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? 49. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. ഏത് രാജ്യത്താണ് പാർലമെന്റിലെ എലികളെ തുരത്താൻ ബഡ്ജറ്റിൽ 12 ലക്ഷം രൂപ നീക്കിവെച്ചത്? പാകിസ്ഥാൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി നൽകിയ പേരുകൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത് ബ്രിഡ്ജ്,
ചന്ദ്രഗുപ്ത് റിഡ്ജ്, കൽപാതരു റിഡ്ജ്. നെക്സ്റ്റ് വൺ, കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പ്രഖ്യാപിച്ചത്? 5. ഹരിയാനയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP മുന്നണി തുടർച്ചയായി എത്രാം തവണയാണ് വിജയം നേടിയത്? 3-ാം തവണ. സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഇന്ത്യയുടെ ഏക തീവണ്ടി സർവീസ് 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സർവീസിന്റെ പേരെന്താണ്? ബക്ര നങ്കൽ തീവണ്ടി സർവീസ്. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ ആരംഭിച്ച അൽ അമീൻ പത്രത്തിന് 2024 എത്ര വർഷം തികഞ്ഞു? 100 വർഷം. അടുത്തിടെ അന്തരിച്ച മച്ചാട്ട് വാസന്തി ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? പിന്നണി ഗായിക. ഏത് പ്രശസ്ത നാവികന്റെ ഭൗതിക അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട നിഗൂഢതയ്ക്കാണ് അടുത്തിടെ ചുരുളഴിഞ്ഞത്? ക്രിസ്റ്റഫർ കൊളംബസ്. ജാതി സെൻസസ് നടത്താൻ ഔദ്യോഗിക ഉത്തരവിറക്കിയ എത്രാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന? 3-ാമത്തെ. ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശും ബീഹാറുമാണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105. മത്സ്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ജനകീയമാക്കുന്നതിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചിയിൽ ആരംഭിച്ച പരിപാടിയുടെ പേരെന്താണ്? ഫിഷ് വാക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഏത് ചലച്ചിത്ര നടിയെയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി പ്രഖ്യാപിച്ചത്? രശ്മിക മന്ദാന. ഫ്രാൻസിന്റെ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ല. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈ. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതിയ മേധാവി ആരാണ്? പരമേശ് ശിവമണി. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ആദ്യത്തെ നായിക കൂടിയായ ചലച്ചിത്ര നടി അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? നെയ്യാറ്റിൻകര കോമളം. ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? സഞ്ജീവ് ഖന്ന. കേരളത്തിലെ ആദ്യത്തെ വനിതാ ദഫേദാറായി ചുമതലയേറ്റത് ആരാണ്? CK സിജി. 2024 ബുക്കർ പുരസ്കാരം നേടിയത് ആരാണ്? സമാന്ത ഹാർവി. ഓർബിറ്റൽ എന്ന 136 പേജുള്ള നോവലിനാണ് ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സമാന്ത ഹാർവിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ എത്രാം വാർഷികമാണ് 2024 ഓഗസ്റ്റ് 23 നമ്മൾ ആഘോഷിച്ചത്? 1-ാം വാർഷികം. 2024 ഓഗസ്റ്റിൽ പോളണ്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്രകാരമാണ് ഉക്രൈനിലേക്ക് പോയത്? തീവണ്ടി മാർഗം. ഏഷ്യയിലെ അതിസമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ ഗ്രാമം ഏതാണ്? ഗുജറാത്തിലെ മദാപ്പർ ഗ്രാമം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായ ഇന്ത്യക്കാരൻ ആരാണ്? ജയ് ഷാ. സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? വളരെ പ്രധാനമാണ് സേവ. സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് ആണ് സേവയുടെ പൂർണ്ണരൂപം. സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്. 2024 ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫുഡ് ഡയറി ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നം ഏതാണ്? അമൂൽ. സമുദ്ര മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ കപ്പൽ ഗോവയിൽ പുറത്തിറക്കി. എന്താണ് പേര്? സമുദ്ര പ്രതാപ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ ടെക്സസിലെ ഹൂസ്റ്റണിൽ അനാച്ഛാദനം ചെയ്തു. US കേട്ടോ. ഏതാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ. തമിഴ് ചലച്ചിത്ര നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? TVK, തമിഴക വെട്രി കഴകം. ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? കേശവ് പരേഖ്. ഒക്ടോബർ 3 UAEയിൽ ആരംഭിച്ച 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരാണ്? സജ്ന സജീവൻ,
ആശാ ശോഭന തുടങ്ങിയവ. സജ്ജന സജീവൻ മാനന്തവാടി, ആശാ ശോഭന തിരുവനന്തപുരം. ഒന്നുകൂടെ പറയാം, ഒക്ടോബർ 3-ന് UAE-യിൽ ആരംഭിക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ: മാനന്തവാടിക്കാരി സജ്ജന സജീവൻ, തിരുവനന്തപുരത്ത് ആശാ ശോഭന. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ UPS നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ B. ശ്രീനിവാസ് ആണ്. ലോക വിനോദസഞ്ചാര ദിനം എന്നായിരുന്നു സെപ്റ്റംബർ 27 ടൂറിസം ആൻഡ് പീസ് എന്നാണ് ദിനാചരണ വിഷയം. നെക്സ്റ്റ് വൺ, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി മിഷേൽ ബാർണിയ. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരെല്ലാം? ജാരഡ് ഐസക് മാനും സാറാ ഗിലീസും. ജാരഡ് ഐസക് മാനും സാറാ ഗിലീസും. റെയിൽവേ ബോർഡിന്റെ ചെയർമാനും സിഇഒയുമായി നിയമിതൻ ആയത് ആരാണ്? സതീഷ് കുമാർ. ഇതൊക്കെ ഡിഗ്രി ലെവലിന് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് RRB എക്സാമിനൊക്കെ കേട്ടോ. 2024-ലെ 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. നെക്സ്റ്റ് വൺ, പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാള വനിത ഡോക്ടർ K. രാജലക്ഷ്മി മേനോൻ. DRDOന്റെ കേട്ടോ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടം എവിടെ നിർമ്മിക്കുന്നു? ദുബായിൽ തന്നെയാണ് കേട്ടോ. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിന് സമീപം 725 മീറ്റർ ഉയരമുള്ള ബുർജ് അസീസി എന്ന പേരുള്ള കെട്ടിടമാണ് ഉയരുന്നത്. ബഹിരാകാശത്തിന്റെ അതിർത്തിയായ കാർബൺ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ്? കാർസൻ കിച്ചൻ ആണ്. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ ജീവപര്യന്തം ശിക്ഷ വിധിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഏത് സംസ്ഥാനമാണ് നിർമ്മിത ബുദ്ധി ഗവേഷണശാല അഥവാ AI ലാബ് സ്ഥാപിക്കുന്നതിന് ഗൂഗിളുമായി ധാരണാപത്രം ഒപ്പുവെച്ചത്? വയനാട്, തമിഴ്നാട്. നെക്സ്റ്റ് വൺ, ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ബദൽ വിദ്യാലയ, അതായത് കനവ് എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ഥാപകൻ ഈ അടുത്തിടെ അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? KJ ബേബി എന്നാണ് കേട്ടോ. അദ്ദേഹം എഴുത്തുകാരനാണ്, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും കൂടിയാണ് കേട്ടോ. കനവ് എന്ന് പറയുന്നത് ഒരു ഗുരുകുല വിദ്യാ കേന്ദ്രം ആരംഭിച്ചതും ആരണ്യാണ്? ഇദ്ദേഹം തന്നെയാണ്. വയനാട് ജില്ലയിലെ ചീങ്ങോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം അത് ആരംഭിച്ചത് കേട്ടോ. കനവെന്ന ഗുരുകുല വിദ്യാ കേന്ദ്രം കേട്ടോ സ്ഥാപിച്ചതും ആരണ്യാണ്? KJ ബേബി തന്നെയാണ് കേട്ടോ. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. 112 വർഷം മുമ്പ് മുങ്ങിത്തകർന്ന ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഏത് ഗ്രീക്ക് ദേവതയുടെ ശില്പമാണ് ഗവേഷകർ ഈ അടുത്തിടെ കണ്ടെടുത്തത്? ആരുടെയാണ്? ഡയാന. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ 2024-ലെ കറണ്ട് അഫയേഴ്സ് ഞാൻ ടോപ്പിക് വൈസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ചും കൂടിയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് നിയമനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകളാണ് മുൻപ് അപ്ലോഡ് ചെയ്യാത്തതാണ് വീണ്ടും ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.